ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മുതൽ ഒരു 11 മണി വരെ 11-11:30 വരെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതായത് രാവിലെ തന്നെ ഒരു 5:30 ആയപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടെന്ന് 5 മണിക്കൊക്കെ നീച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5:30-5:45 ആയപ്പോഴത്തേന് ഞാൻ അടുക്കളയ്ക്ക് നേരത്തെ എത്തിക്കുന്നു കേട്ടോ. അപ്പോൾ അതായത് ഇന്നിപ്പോൾ മക്കൾക്ക് മദ്രസക്ക് രാവിലത്തെ ലഘുകടിയും ചായയും നമ്മളെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുപോവുക. അപ്പോൾ അവർക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ മക്കൾ. അപ്പോൾ പിന്നെ വൈകുന്നേരം ചായൻ്റെ കടിയൊക്കെ ബോട്ടിൽ കൊണ്ടുവരാൻ മറന്നു കേട്ടോ. പിന്നെ അതുമല്ല, രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് മദ്രസയിലെത്തുമ്പോൾ അപ്പത്തിന് ഇതൊക്കെ ആവും വേണ്ടേ. ഏതായാലും രാവിലെ ചായക്ക് കൊണ്ടുപോകാനുള്ള കടി ഏതായാലും വന്നപ്പോൾ മറന്നു കേട്ടോ കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഇവിടുന്നുണ്ടെങ്കിലും കുറച്ച് പായം കൊണ്ടുവരും, മൈദപ്പൊടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പെരയിലുണ്ടല്ലോ. രാവിലെ നീച്ചാടുമ്പോൾ പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കുക വിചാരിച്ച്. പിന്നെ നമ്മൾ വെള്ളപ്പത്തിന് മാവുണ്ടായിരുന്നു ഫ്രിഡ്ജിലൊക്കെ പാടെ കൂട്ടിയാണ് പഴംപൊരിക്കുള്ള മാവൊക്കെ ഞാൻ റെഡി ആക്കിയാണ് ഇന്നലെ രാത്രി തന്നെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചിന് കേട്ടോ. ഇപ്പോൾ ചളി പൂണ്ടാപോയാൽ മതി, തണുപ്പായിട്ടേ അത് മുറിയ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടേ ചളി പൂണ്ട മൈൻഡ് കിട്ടണില്ല. ചെരുപ്പ് ചളി പൂണ്ട മതി. അല്ലാ, ഇത് കുറച്ച് കട്ടിയേറെ പോട്ടെ, ഇത് ചളി പൂളാണേ, കുറച്ച് കട്ടി അതാണ് മുറിയാട്ടോ. മാവല്ലത് ഉണ്ടായിട്ട് തിക്നെസ് ഉണ്ടായിട്ട് പഴംപൊരി അടിപൊളിയാ. സമയത്തിലാണാവാം ചളി പൂണ്ട മാതിരിയാണ് കിട്ടേണ്ടത്. ഇന്ന് പഴംപൊരിൻ്റെ മാവൊക്കെ രാത്രി റെഡിയാക്കിയണ്ടേ ഫ്രിഡ്ജ് വെച്ചിട്ട് നേരം വെച്ച് നീച്ചപ്പം തണുപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടുങ്ങും കേട്ടോ. അപ്പോൾ സമയം 5:45-6 മണിയൊക്കെ ആകാനായി തുടങ്ങി കേട്ടോ. മക്കളോടെ നീച്ച് നിസ്കാരവും ഓല മാറ്റിലും ഒരുങ്ങലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ പഴംപൊരിയൊക്കെ വേഗം പൊരിച്ചെടുക്കട്ടെ, കൊണ്ടുപോകാനുള്ള പഴംപൊരി മോൾക്ക് തിന്നാനുള്ളതൊക്കെ വേഗം പൊരിച്ചെടുക്കട്ടെ. ബാക്കി പിന്നെ ആക്കും പോലെ നമുക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മളെ റീനും റീഫും ഓല മദ്രസക്ക് പോകുമ്പോഴത്തേനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അതൊക്കെ കുടിച്ചാണ് മദ്രസക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചായയും അത് പാത്രത്തിലാക്കിയാണ്ട് അതും അവിടെ വെച്ചിട്ട് കേട്ടോ. ഇനി പോല് പോകുമ്പോൾ അതാണ് കൊണ്ടുപോവുകയും ചെയ്തോളൂ. അങ്ങനെ നമ്മളെ റീനും റീഫും എടുത്ത ചായയും കൊണ്ട് മദ്രസക്ക് അങ്ങോട്ട് പോയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള പഴംപൊരിയും കൂടി ഞാനിവിടെ പൊരിച്ചെടുത്തിക്കണ്. ഇത് നമുക്ക് ലഘുകടിയാക്കിയാണ് ചായ നമുക്കും കുടിച്ചാൽ. ഇപ്പോൾ പോല് വരുമ്പോഴത്തേന് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം, ഓട്ടാടിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം. വരുമ്പോഴത്തേന് 7:45 ആകുമ്പോഴത്തേന് മദ്രസ ഇട്ട് വരും കേട്ടോ ഓല്. അങ്ങനെ രാവിലക്കത്തെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഈ അടുക്കളയുടെ തിണ്ടുമ്പോൾ ഇങ്ങനെ അങ്ങനെ കുത്തിർക്കാൻ കേട്ടോ. നമ്മൾ മതിലുമൊക്കെ നോക്കി ഇങ്ങനെ കുത്തിർക്കാൻ. നമുക്ക് ഈ മതിലിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. മുന്നിൽ മതിൽ ആദ്യം ഉണ്ടായിരുന്നു, അതിന് നുറുക്കൂടെ പിന്നെ ഈ മതിലൊക്കെ കെട്ടി പൊന്തിച്ച് റെഡിയാക്കിക്കാണ് കേട്ടോ. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കുത്തിർക്കാൻ കേട്ടോ. പുതിയതായിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ പെരയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഒരു ഇഷ്ടമല്ലേ. പിന്നെ കുറേ ആറ്റുമ്പോൾ പിന്നെ അതങ്ങനെ ഒരു ശീലമായിട്ട് അങ്ങനെ പോകൂലേ. റോഡ് സൈഡിൽ തന്നെ വീടായതുകൊണ്ടേ മതിലൊക്കെ നല്ലോണം കെട്ടി പൊന്തിച്ച് തന്നെ വേണം. മതിലിതായി മുന്നത്തെ മതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മുറ്റപ്പൊക്കെ വീതി കൂട്ടി, മുറ്റ ചെറിയ മുറ്റേന് കേട്ടോ. മുറ്റപ്പോൾ ഈ മതിലിൻ്റെ ഇപ്പോൾ പുതിയ കാണാൻ അവിടെ നിന്ന് അങ്ങോട്ട് നീട്ടിയതാണ് കേട്ടോ മുറ്റം. അവിടത്തെ നീട്ടി പിന്നെ ഇങ്ങേ ഭാഗത്തും മതിൽ കെട്ടി അങ്ങേ പുറത്തൊക്കെ നമ്മളെ സ്ഥലം ഉണ്ട് കേട്ടോ. റോഡിൻ്റെ വക്കായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴും വണ്ടിയും സാധനമൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. തിരുമ്പാനും മുറ്റടിച്ചേരാനൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ പച്ച വല കൊണ്ട് കെട്ടീനി. പിന്നെ ഇപ്പോൾ ഈ മുറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏതായാലും മതിലൊക്കെ കെട്ടി ഉഷാറാക്കിയിരിക്കണം.
അങ്ങനെ മതിലൊക്കെ കെട്ടി പൊന്തിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്ത് കണ്ടില്ല നിങ്ങൾ ഞാൻ ഇതേമാതിരി തിണ്ടൊക്കെ ഉണ്ടാക്കിയാണ് ചെടി കുഴിച്ചിടാനും നമുക്ക് വിത്തൊക്കെ ഉണ്ടിട്ട് അയൽക്കൂട്ടിൽ നിന്ന് കിട്ടിയ വിത്തൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം കിട്ടിയിട്ടൊക്കെ അപ്പോൾ എവിടെ കുഴിച്ചിടാൻ ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടോ പയറിൻ്റെ വിത്തും വെണ്ടക്ക എന്തൊക്കെയോ കുറേ വിത്തുണ്ടായിരുന്നു ചീരൻ്റെ വിത്ത് അതിപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയിരുന്നു എവിടെ കുഴിച്ചിടാൻ സ്ഥലമൊക്കെ എമ്പാടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തി മാന്തി പണിയെടുത്തോണ്ട് ഇങ്ങനെ ഇതേമാതിരിയൊക്കെ കഴിക്കാരം പിന്നെ അത് കുഴിച്ചിടാനൊന്നും നിന്നില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുഴിച്ചിടാനാണ് അങ്ങനെ അപ്പം ഞാനിവിടെ കൃഷിത്തോട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇങ്ങനെ കെട്ടി പൊന്തിച്ച് ലെവലാക്കി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാനവിടെ വിത്തുകളൊക്കെ കുഴിച്ചിട്ടുണ്ട് നമുക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ കുറേ വിത്തുണ്ടായിനി പയർ വെണ്ടക്ക കയ്പ്പങ്ങ അങ്ങനെ കുറേ വിത്തുകൾ ചീരൻ്റെ എല്ലാം അങ്ങനത്തെ വിത്തുണ്ട് ഒക്കെ ഞാനവിടെ പാകിയ കുറേ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി കൊടുത്ത് അവിടെ കുഴിച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഓട്ടാടൊക്കെ മാവുണ്ടാക്കി ഒക്കെ ചൂടാണ് കേട്ടോ കുട്ടികളൊക്കെ ഇപ്പോൾ മദ്രസ ഇട്ട് വരും പിന്നെ ഓട്ടാടയൊക്കെ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് നമ്മൾ പച്ച ബീൻസ് കടല ഇന്നലെ രാത്രി വെള്ളത്തിട്ട് ചീനിട്ടോ അപ്പോൾ അതിക്ക് തക്കാളിയും പച്ചമുളകും ഒരു ഉരുളങ്ങയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് ഞാൻ മൂടി വെച്ചാണ്ട് അടുപ്പത്തേക്കാണ് വെക്കട്ടെ പിന്നെ 2 വിസിലടിച്ചാൽ അതും ഉണ്ടായിക്കോളും അപ്പോൾ നമ്മൾ ഓട്ടാടയും ഇവിടെ ആയി കിട്ടീന് കേട്ടോ ഇനിയിപ്പോൾ ഓട്ടാടൊക്കെ ഒന്ന് കുത്തട്ടെ ഒരു തലക്കൽ ഞാൻ ഓട്ടാട ചുട്ടുകൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ ചൂടുള്ള ഓട്ടാടം കണ്ടപ്പോൾ പിന്നെ അവിടെ നെയ്യ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ നെയ്യൊക്കെ ഒന്ന് പറഞ്ഞാണ്ട് ലേശം പഞ്ചസാരൊക്കെ നെറുകൂടെ ആക്കി കൊടുത്താണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓട്ടാട തിന്നുന്നത് ഓട്ടാട ചുട്ട നെയ്യ് കണ്ടാൽ ഞാനപ്പം ഇതേപോലെ ഇനി ചെറിയ ആർക്കേജ് ഉണ്ടെങ്കിലും ഞാനത് ഒഴിച്ച് കൊടുത്താണ്ട് ഇപ്പം ഇങ്ങനത്തെ നെയ്യ് ആണെന്നില്ല ആർക്കേജ് ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ കൊണ്ടുവരുന്നത് ആ ആർക്കേജ് ഉണ്ടെങ്കിലും ഞാൻ ഇതേമാതിരി ഓട്ടാട ചുട്ടാണെങ്കിൽ അത് ഇതിന് നെറുകൂടെ പറഞ്ഞു കൊടുത്താണ് ഞാൻ ലേശം പഞ്ചസാര ഇട്ട് ഞാൻ തിന്നിട്ട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഓട്ടാടയ്ക്ക് ഇതേപോലെ നെയ്യിട്ട് ലേശം ഒന്നായിട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ പഞ്ചാര ഇട്ട് തിന്നുമ്പോൾ അതൊരു വേറെ സദ്യക്ക് കറിയൊന്നും പിന്നെ വേണ്ടി വരില്ല ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഇതേപോലെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓട്ടാട ചുട്ടെടുക്കലും കടലക്കറിയൊക്കെ അവിടെ ആയിക്കുന്നു കേട്ടോ ചായയൊക്കെ അവിടെ ആക്കി റെഡിയാക്കി ഞാനവിടെ വെച്ചിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓട്ടാട നെയ്യിട്ട് ഓട്ടാടി പഞ്ചാരയൊക്കെ ഇട്ട് ഓട്ടാടൊക്കെ തിന്ന് ഞാൻ ഇപ്പോൾ വേറെ പണികൾ പുറത്ത് ഒരുപാട് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഇത് കുവയാണ് കേട്ടോ കുകല്ലേ നമ്മളെ എന്താണ് ഇത് നല്ലതാണല്ലോ പിന്നെ ചെടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുത്തമ്മാൻ്റെ അടുത്ത് കൊടുത്ത ചെടിയാണ് കേട്ടോ മറ്റേ നമ്മളെ കടലാസ് പൂവാണ് പല സൈസിലുള്ള കടലാസ് പൂവ് അപ്പോൾ അതും കുഴിച്ചിടണം ആ കൂവിയും കൂടി കുഴിച്ചിടണം അതിലാണ് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ ഒരു 5-6 മാസം മുന്നേ ഇതാ കുഴിച്ചിട്ടതാണ് കേട്ടോ ഈ ചെടി അത് തന്നെയാണ് കേട്ടോ കടലാസ് പൂവിൽ പല കളറും ഞാൻ കുഴിച്ചിട്ടീനി കേട്ടോ അപ്പോൾ അതിലുണ്ടായത് തായി വെള്ള കളർ പൂവാണ് കേട്ടോ റോസ് ഓറഞ്ച് മഞ്ഞ വെള്ള ഇങ്ങനത്തെ കുറേ കൊമ്പൊക്കെ കൊടുത്ത് കുഴിച്ചിട്ട് അതിലുണ്ടായത് ഇപ്പോൾ ഈ ഒരു വെള്ള മാത്രമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ബാക്കിയുള്ള ഇന്നലെ പിന്നെ അതിൽ പോയപ്പോൾ അമ്മ ഞാൻ കൊമ്പ് പിടിച്ചാണ്ട് പോകുന്നതാണ് കേട്ടോ ഒന്നുകൂടി കുഴിച്ചിട്ട് നോക്കുക ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇതേമാതിരിക്ക് ഉണ്ടെങ്കിലോ മറ്റു കളറൊക്കെ ഉണ്ടായാൽ നല്ല രസമാണ് പല കളറാകുമ്പോൾ നല്ല രസമാണ് അവിടെ കാണാൻ എന്തോ രസം എന്താ പറയുക ഒരു കൂട്ടത്തിൽ പല കളറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഒരു രസം തന്നെയാണല്ലോ പിന്നെ കടലാസ് പൂ പണ്ടൊക്കെ പറഞ്ഞാൽ റോസ് കളറ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ പല സൈസ് കളറും ആണല്ലോ ഏതായാലും മക്കളെ കൊമ്പ് കുത്തിയാണ്ട് കുഴിച്ചിട്ട് നോക്കട്ടെ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനത്തെ പൂവൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചായയും കടിയൊക്കെ ആയി ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ റിഫൊക്കെ മദ്രസിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓലോട് പറഞ്ഞേ ചെടി ഞങ്ങൾ കുഴിച്ചിട്ടോളി ഞാൻ കൂവ കൊത്തി മാന്തി കുഴിച്ചിടട്ടെ കൂവപ്പൊടി നല്ലതാണല്ലോ മൂത്രക്കടിച്ചിലിനും എല്ലാത്തിനും ഉഷാറാണല്ലോ ഈ കൂവപ്പൊടി നല്ലൊരു മരുന്നാണല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് അയൽവാസി തന്നതിന് കേട്ടോ ആ വിത്ത് അപ്പോൾ ഞാനത് കുഴിച്ചിട്ട് അല്ലാണ്ട് ഒരുങ്ങാണ് അപ്പുറത്ത് പേരല്ലേ കണ്ടില്ല നിങ്ങൾ റോസ് കളർ പൂവ് പിന്നെ അങ്ങനെ ചെടി കുഴിച്ചിടാൻ വേണ്ടി കുട്ടികളെ അങ്ങോട്ട് ഏൽപ്പിച്ചാണ്ട് കൈക്കോട്ടും കൊണ്ട് ഞാൻ തൊടുക്കാണ്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ കുറേ കല്ലും മുട്ടിയൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ട് വേണം കൊത്തി മാന്തി റെഡിയാക്കിയാണ് ഞാൻ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തോനൊന്നും ഇല്ലല്ലോ കുറച്ചിലുള്ളൂ ഉള്ളത് അവിടെ കൊത്തി മാന്തി കുഴിച്ചിടട്ടെ എന്ന് വിചാരിച്ചാണ്ട് കൊത്താണ് കേട്ടോ കൈക്കോട്ടൊക്കെ എടുത്താണ് ഇങ്ങനെ കൊത്താൻ വേണ്ടി ഒരുങ്ങാണ് മിഞ്ഞാന്ന് രാത്രികത്തെ മഴയാണ് പെയ്തുകൊണ്ട് മണ്ണൊക്കെ കൊത്തി കളിക്കാനാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അങ്ങനെ കൂവ കുഴിച്ചിടാനുള്ള മണ്ണ് കൊത്തി കളിക്കലും കുഴിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാട്ടിത്തരട്ടോ നമ്മൾ പുതിയതായിട്ട് മതിൽ കെട്ടി പൊന്തിച്ച് തരുന്നില്ല അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഏതായാലും നിങ്ങൾ കണ്ടു നോക്കി